നമുക്ക് ഈ വീഡിയോയിൽ വി ലുക്കപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. വി ലുക്കപ്പ് എന്ന് പറയുന്നത് ഒരു എക്സലിലെ ഒരു മെയിൻ ടൂളാണ്. ഇതിൻ്റെ യൂസേജ് എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ ഡാറ്റാബേസ്, അതിൽ നമുക്ക് ഇപ്പോൾ ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസാണ് നമ്മളോട് ഒരു എക്സാമ്പിളായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ 200-ഓളം സ്റ്റാഫുകളുണ്ട്. അപ്പോൾ ഇവരുടെ എംപ്ലോയി ഐ ഡി നമുക്ക് കുറച്ച് പേരുടെ എംപ്ലോയി ഐ ഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ എംപ്ലോയി ഐ ഡി ഉള്ള ആളുകളുടെ നെയിം, ഡെസിഗ്നേഷൻ, സാലറി എന്നിവയൊക്കെയാണ് നമുക്ക് റിട്രീവ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ ഇതിപ്പോൾ 200 പേര് മാത്രമുള്ള ഒരു കമ്പനിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് 1 ലക്ഷമോ അല്ലെങ്കിൽ ഒരു 10 ലക്ഷം സ്റ്റാഫൊക്കെ ഉള്ള അല്ലെങ്കിൽ അത്രയും വലിയ ഡാറ്റാബേസ് ആകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ നോക്കിയെടുക്കാനും ടൈപ്പ് ചെയ്യുമ്പോഴൊക്കെ തെറ്റുകൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് വി ലുക്കപ്പ് ഉപയോഗിക്കുന്നത്. വി ലുക്കപ്പ് ഉപയോഗിച്ച് നമുക്കിത് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാമെന്ന് നോക്കാം. കുറച്ച് എംപ്ലോയീസിൻ്റെ ഐ ഡി ഇവിടെ ഉണ്ട്. ആ ഐ ഡി കോപ്പി ചെയ്ത് എംപ്ലോയി ഐ ഡിക്ക് താഴെ പേസ്റ്റ് ചെയ്യണം. Ctrl+C, Ctrl+V. ഓക്കെ. ഇനി ഈ നെയിമിൻ്റെ താഴെ നമുക്ക് നെയിമാണല്ലോ അതിൽ ആൻസർ ഇടേണ്ടത് ഈ കോളത്തിൽ. അപ്പോൾ അതിൽ അവിടെയാണ് നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഈക്വൽ ടു വി ലുക്കപ്പ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇനി ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ഡാറ്റ വെച്ചിട്ടാണ് സെർച്ച് ചെയ്യുന്നതെന്നുള്ളതാണ്. അത് എംപ്ലോയി ഐ ഡി ആണല്ലോ. അപ്പോൾ അത് എംപ്ലോയി ഐ ഡി കൊടുത്തിട്ടുള്ള സെല്ല് ക്ലിക്ക് ചെയ്യുക, കോമ. ഇനി ടേബിൾ അറേ എന്ന് പറയുന്നത് ഇതിൽ ഈ എൻ്റയർ ടേബിളാണ്. അതായത് എംപ്ലോയി ഐ ഡി എന്നുള്ളതിൻ്റെ മുകളിലുള്ള ഈ എ എന്ന് പറഞ്ഞ എയിൽ ക്ലിക്ക് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ടേബിൾ എൻ്റയർലി ഇത് സെലക്റ്റഡ് ആകും. ഓക്കെ, കോമ. ഇനി കോളം ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് നമുക്ക് നെയിമാണല്ലോ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കിട്ടേണ്ടത്. ആൻസർ കിട്ടുന്നത് നെയിമാണ്. അപ്പോൾ നെയിം എന്നുള്ളത് ഈ കോളത്തിൽ, ഈ ടേബിളിൽ എത്രാമത്തെ കോളം നമ്പറായിട്ടാണ് വരുന്നതെന്നാണ്. അതിൽ ഫസ്റ്റ് കോളം എംപ്ലോയി ഐ ഡി, സെക്കൻഡ് കോളത്തിലാണ് നെയിം വരുന്നത് അല്ലേ. നെയിംസ് എല്ലാം സെക്കൻഡ് കോളത്തിലാണ്. അപ്പോൾ അത് സെക്കൻഡ് എന്നുള്ളതിന് ഇവിടെ 2 എന്ന് ടൈപ്പ് ചെയ്യുക, കോമ. ഇനി അപ്രോക്സിമേറ്റ് മാച്ച് ഉണ്ട്, എക്സാക്റ്റ് മാച്ച് ഉണ്ട്. നമുക്കിതിൽ എക്സാക്റ്റ് മാച്ചാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇവിടെ നോക്കൂ, ABCD 10 എന്ന് പറയുന്ന എംപ്ലോയി ഐ ഡി ഉള്ള ആളുടെ പേര് ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ആളുടെ ഡെസ്റ്റിനേഷൻ കിട്ടാനായിട്ട് ഈ സെയിം ഫോർമുല തന്നെ കോപ്പി ചെയ്തിട്ട് ചെറിയൊരു ഓൾട്രേഷൻ മാത്രം വരുത്തിയാൽ മതി. അതിന് ഡെസ്റ്റിനേഷൻ അവിടെ അത് പേസ്റ്റ് ചെയ്യുക, തൊട്ട് താഴെ. ഇനി ഡെസ്റ്റിനേഷൻ എന്നുള്ള കോളം ഇൻഡെക്സ് നമ്പർ ഇതിൽ എത്രാമത്തെയാണ് നോക്കണം. ഫസ്റ്റ് എംപ്ലോയി ഐ ഡി ആണ്, സെക്കൻഡ് നെയിമാണ്, ഡിപ്പാർട്ട്മെൻറ്റ് തേർഡാണ്, ഡെസ്റ്റിനേഷൻ കിടക്കുന്നത് 4th. അപ്പോൾ ഇവിടെ 2 എന്നുള്ളതിന് പകരം 4 ആക്കി കൊടുത്താൽ മാത്രം മതി. 4 എൻ്റർ അടിക്കുക. ടെക്നീഷ്യൻ എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ, ഡെസ്റ്റിനേഷൻ ടെക്നീഷ്യൻ. ഓക്കെ. ഇനി സാലറിയാണ് നമുക്ക് വേണ്ടത്. അത് സെയിം മെത്തേഡ് തന്നെ പേസ്റ്റ് ചെയ്യുക. സാലറി എന്നുള്ള കോളം എത്രാമത്തെ നോക്കുക. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, 5th ആണ്. അപ്പോൾ ഇവിടുത്തെ 2 എന്നുള്ള പകരം 5 ആക്കി കൊടുക്കുക. കണ്ടോ. ഇനി നമുക്ക് ആ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് കറക്റ്റാണെന്ന് നോക്കാം. ABCD 10 എന്നാണ്. നോക്കൂ, അയാളുടെ പേര് റയാൻ ഷലി, ഡെസ്റ്റിനേഷൻ ടെക്നീഷ്യൻ ആണ്, സാലറി 35,000 കറക്റ്റാണ്. ഇനി നമുക്കിത് മറ്റുള്ള കോളങ്ങളിലേക്ക് കിട്ടാനായിട്ട് സെലക്ട് ചെയ്യുക. ഈ 3 കോളംസും സെലക്ട് ചെയ്തിട്ട് ഒന്നുകിൽ നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് മെത്തേഡ് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഈ പ്ലസ് ഒരു സിമ്പിൾ വന്നിട്ടുണ്ടോ, ആ പ്ലസ് സിമ്പിൾ വരുമ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഓട്ടോമാറ്റിക്കലി എല്ലാവരും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡാറ്റയിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തി നോക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ സാലറി ചേഞ്ച് ചെയ്ത് നോക്കാം.
35,000 നമ്മൾ ചേഞ്ച് ചെയ്ത് നമുക്ക് ഒരു 40 എന്നാക്കാം, 40,000 ആക്കാം. ഓട്ടോമാറ്റിക്കലി ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യുക.